ഭൂമി മണിക്കൂറിൽ 1670 കിലോമീറ്റർ വേഗത്തിൽ കറങ്ങുന്നുണ്ട്. അതിന്റെ കൂടെ ഭൂമി സൂര്യനെ ചുറ്റി മണിക്കൂറിൽ 1,00,000 കിലോമീറ്റർ വേഗത്തിൽ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് മാത്രമല്ല, നമ്മുടെ സോളാർ സിസ്റ്റം മുഴുവൻ ഗാലക്സിയെ ചുറ്റി മണിക്കൂറിൽ 8,00,000 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. ഇതൊക്കെ ഇത്ര സ്പീഡിൽ നടക്കുമ്പോൾ ഈ ഇൻഫൈനൈറ്റ് ആയ പ്രപഞ്ചത്തിൽ നമ്മൾ ശരിക്കും തനിച്ചാണോ, അതോ നമ്മളെക്കാളും വികസിതമായ സിവിലൈസേഷൻസ് എവിടെയെങ്കിലും ഉണ്ടാവുമോ? 1961 ഒരു ലഞ്ച് ടൈമിൽ നടന്ന കാര്യമാണ്. ഇറ്റാലിയൻ ഫിസിസിസ്റ്റ് എൻറിക്കോ ഫെർമി തന്റെ കൊളീഗുമായി ലഞ്ച് കഴിക്കുമ്പോൾ പെട്ടെന്നൊരു ചോദ്യം ചോദിച്ചു. എവിടെയാണ് എല്ലാവരും? കേൾക്കുമ്പോൾ ഒരു സാധാരണ ചോദ്യം പോലെ തോന്നാം, പക്ഷേ ഇതിൽ ഒളിഞ്ഞിരിക്കുന്നത് ഇന്നും സയന്റിസ്റ്റുകളുടെ ഉറക്കം കെടുത്തുന്ന ഒരു മിസ്റ്ററിയാണ്, ഒരു വലിയ മിസ്റ്ററി. നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ മാത്രം 100 മുതൽ 400 ബില്യൺ വരെ നക്ഷത്രങ്ങളുണ്ട്. ഓരോ നക്ഷത്രത്തിനും ചുറ്റും 1-2 പ്ലാനറ്റ്സ് എങ്കിലും ഉണ്ടാവുമെന്നാണ് സയന്റിസ്റ്റുകൾ പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഗാലക്സിയിൽ മാത്രം കോടിക്കണക്കിന് പ്ലാനറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സൂര്യൻ വളരെ പഴയ സ്റ്റാർ അല്ല, അതിന് വെറും 4.6 ബില്യൺ വയസ്സേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഗാലക്സിയിലെ തന്നെ സൂര്യനേക്കാൾ ബില്യൺ കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള നക്ഷത്രങ്ങളുണ്ട്. കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ ലൈഫ് ഉണ്ടാകാൻ ഏകദേശം 4 ബില്യൺ വർഷങ്ങൾ എടുത്തു. ഒരു സിമ്പിൾ ജീവനിൽ നിന്നും ഇപ്പോൾ നമ്മളെ പോലെ ഇന്റലിജന്റ് സ്പീഷീസ് ആകുന്നതിന് ഇത്രയും സമയം വേണ്ടി വന്നു. പക്ഷേ നമ്മുടെ ഗാലക്സിയിൽ തന്നെ ഭൂമിയേക്കാൾ ബില്യൺ കണക്കിന് വർഷം മുമ്പേ ഉണ്ടായ നക്ഷത്രങ്ങളും അവയെ ചുറ്റുന്ന പ്ലാനറ്റ്സും ഉണ്ട്. അതായത് അവിടെ ലൈഫ് ഉണ്ടാകാൻ നമ്മളെക്കാൾ കൂടുതൽ സമയം കിട്ടിയിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ചില പ്ലാനറ്റ്സിലെങ്കിലും ലൈഫ് ഉണ്ടാവാം, അതിൽ കുറച്ചെങ്കിലും ഇന്റലിജന്റ് ലൈഫ് ഉണ്ടാവാം, അതിൽ കുറച്ചെങ്കിലും നമ്മളെക്കാൾ അഡ്വാൻസ്ഡും ആയിരിക്കാം. എങ്കിൽ പിന്നെ ഒരു ചോദ്യം വരുന്നു, എന്തുകൊണ്ടാണ് നമ്മൾക്ക് അവരെ കണ്ടുപിടിക്കാൻ കഴിയാത്തത്? എവിടെയാണ് എല്ലാവരും? ഇതാണ് ഫെർമി പാരഡോക്സ്. ഇത്ര വലിയ യൂണിവേഴ്സിൽ നമ്മൾ മാത്രമാണ് ജീവിക്കുന്നത് എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. പ്രോബബിലിറ്റി പറയുന്നത് നമ്മൾ തനിച്ചല്ല എന്നാണ്. പക്ഷേ റിയാലിറ്റി നോക്കിയാൽ നമ്മൾ ഏലിയൻസിനെ കണ്ടുപിടിച്ചിട്ടില്ല, അവരിൽ നിന്ന് സിഗ്നൽ പോലും കിട്ടിയിട്ടില്ല, സ്പേസ് ഷിപ്സ് കാണുന്നില്ല, ഭൂമിയിലേക്ക് വിസിറ്റ്സ് ചെയ്തിട്ടില്ല, ഒരു സോളിഡ് പ്രൂഫ് പോലും ഇല്ല. അതുകൊണ്ട് ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു. ലോജിക്ക് പറയുന്നത് ലൈഫ് ഉണ്ടാകണം എന്നാണ്, റിയാലിറ്റി പറയുന്നത് ആരെയും നമ്മൾ കണ്ടിട്ടില്ലല്ലോ അല്ലെങ്കിൽ കാണുന്നില്ലല്ലോ എന്നാണ്. ഈ രണ്ട് ഐഡിയാസ് തമ്മിൽ ക്ലാഷ് ചെയ്യുന്നതാണ് ഫെർമി പാരഡോക്സ്. 1961 തന്നെ ആസ്ട്രോണമർ ഫ്രാങ്ക് ഡ്രേക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. ഇത് ഗാലക്സിയിൽ എത്ര അന്യഗ്രഹ സിവിലൈസേഷൻസ് ഉണ്ടാവാമെന്ന് കണക്കെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. വളരെ കൺസർവേറ്റീവ് എസ്റ്റിമേറ്റ് എടുത്താൽ പോലും നമ്മുടെ ഗാലക്സിയിൽ മാത്രം 1000 അഡ്വാൻസ് സിവിലൈസേഷൻ ഉണ്ടാകണം. ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളിപ്പോൾ വെറും 200 വർഷങ്ങൾക്കുള്ളിൽ മരച്ചില്ലകളിൽ നിന്ന് റോക്കറ്റ്സ് ബഹിരാകാശത്തിലേക്ക് അയക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇനിയുള്ള 1000 വർഷങ്ങളിൽ നമ്മൾ എവിടെ എത്തും? 1 മില്യൺ വർഷങ്ങൾക്ക് ശേഷമോ? നമ്മളെക്കാൾ 1 മില്യൺ വർഷം മുമ്പേ തുടങ്ങിയ ഒരു സിവിലൈസേഷൻ ഉണ്ടെന്ന് കരുതാം. അവരിപ്പോൾ ഗാലക്സി മുഴുവൻ കോളനൈസ് ചെയ്തിട്ടുണ്ടാവണം. അവർ നമ്മളെ കണ്ടുപിടിച്ചിട്ടും ഉണ്ടായിരിക്കാം. എന്നാൽ പിന്നെ അവരെവിടെയാണ്? ഇതിന് സയന്റിസ്റ്റുകൾ പല വിശദീകരണങ്ങളും നൽകുന്നുണ്ട്. ആദ്യത്തെ സാധ്യത നമ്മൾ തന്നെയാണ് ആദ്യത്തെ വികസിത ജീവികൾ. സിമ്പിളായി പറഞ്ഞാൽ ഇപ്പോൾ വരെ നമ്മളെപ്പോലെ ഡെവലപ്ഡ് ആയ ആരുമില്ല. നമ്മൾ സ്പെഷ്യലാണ്, എക്സ്ട്രാ ഓർഡിനറി ആണ്. പക്ഷേ ഇത് സ്റ്റാറ്റിസ്റ്റിക്കലി കറക്റ്റ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. രണ്ടാമത്തേത് ദ ഗ്രേറ്റ് ഫിൽറ്റർ എന്ന കൺസെപ്റ്റ്. ജീവൻ ആരംഭിക്കുന്നതിനും നക്ഷത്രങ്ങൾ തമ്മിൽ സഞ്ചരിക്കുന്ന ഒരു സിവിലൈസേഷൻ ആകുന്നതിനും ഇടയിൽ എവിടെയോ ഒരു വലിയ തടസ്സമുണ്ട്. മിക്ക സിവിലൈസേഷനും ഈ തടസ്സം കടക്കുന്നതിന് മുൻപേ നശിച്ചു പോകുന്നു. ഇവിടെയാണ് കാര്യം ഭയങ്കരമാകുന്നത്. ആ ഫിൽറ്റർ നമ്മുടെ പിന്നിലാണോ അതോ മുന്നിലാണോ എന്ന് നമുക്കറിയില്ല. നമ്മുടെ പിന്നിലാണെങ്കിൽ നല്ലത്, അതിൻ്റെ അർത്ഥം നമ്മൾ ഏറ്റവും വലിയ തടസ്സം കടന്നു കഴിഞ്ഞു എന്നാണ്. പക്ഷെ അത് നമ്മളുടെ മുന്നിലാണെങ്കിൽ അതിൻ്റെ അർത്ഥം എല്ലാ സിവിലൈസേഷനും ഒരു നിശ്ചിത പോയിന്റിൽ എത്തുമ്പോൾ സ്വയം നശിപ്പിക്കപ്പെടുന്നു എന്നാണ്. ന്യൂക്ലിയർ വാർ, ക്ലൈമറ്റിക് കൊളാപ്സ്, AI കൺട്രോൾ നഷ്ടപ്പെടൽ, എന്തെങ്കിലുമൊക്കെ വഴി. മൂന്നാമത്തെ സാധ്യത കൂടുതൽ അസ്വസ്ഥകരമാണ്. ഡാർക്ക് ഫോറസ്റ്റ് തിയറി. പ്രപഞ്ചം ഒരു ഇരുണ്ട കാടാണ്. എല്ലാ സിവിലൈസേഷനും നിശബ്ദമായി ഒളിച്ചിരിക്കുകയാണ്. കാരണം ആരെങ്കിലും അവരെ കണ്ടെത്തിയാൽ അവർ നശിപ്പിക്കപ്പെടും. നമ്മൾ റേഡിയോ സിഗ്നൽസ് അയച്ച് ഇവിടെ ഉണ്ട് നമ്മൾ എന്ന് വിളിച്ചു പറയുമ്പോൾ ഒരു പക്ഷേ നമ്മൾ വലിയ തെറ്റാണ് ചെയ്യുന്നത്. നാലാമത്തെ സാധ്യത സൂ ഹൈപ്പോത്തസിസ്. അവർ ഉണ്ട്, നമ്മളെ കണ്ടെത്തിയിട്ടുണ്ട്, പക്ഷേ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. ഒരു സൂവിൽ മൃഗങ്ങളെ നമ്മൾ നോക്കി കാണുന്നത് പോലെ നമ്മളെ അവർ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ വളരെ പ്രിമിറ്റീവ് ആണ് എന്നവർ കരുതുന്നുണ്ട്. ഒരു ഉറുമ്പിൻ്റെ കോളനിയോട് നമ്മൾ സംസാരിക്കാൻ താല്പര്യപ്പെടാത്തതുപോലെ അവർക്ക് നമ്മളോട് സംസാരിക്കാനും താല്പര്യമില്ല.
ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താൻ നമ്മൾ തുടർന്നും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. സെറ്റി പോലെയുള്ള പ്രൊജക്ട്സ് ഇപ്പോഴും അന്യഗ്രഹ സിഗ്നൽസിന് വേണ്ടി തിരയുന്നു. ജെയിംസ് വെബ് ടെലിസ്കോപ്പ് പോലെയുള്ള അത്യാധുനിക ഉപകരണങ്ങൾ ദൂരഗ്രഹങ്ങളിൽ ജീവന്റെ സാധ്യത അന്വേഷിക്കുന്നു. പക്ഷേ ഏറ്റവും പ്രധാന കാര്യം നമ്മൾ തന്നെ അതിജീവിക്കണമെന്നതാണ്. ഗ്രേറ്റ് ഫിൽറ്റർ നമ്മുടെ മുന്നിലാണെങ്കിൽ അത് കടന്നു പോകേണ്ടത് നമ്മൾ തന്നെയാണ്. അങ്ങനെ നാം മാത്രമാണോ എന്ന ചോദ്യം ഇപ്പോഴും ഉത്തരം കിട്ടാതെ തുടരുന്നു. നമ്മൾ മാത്രമാണെങ്കിൽ അത് നമ്മളെ അത്യാധികം സ്പെഷ്യലും അതേസമയം അവിശ്വസനീയമായ രീതിയിൽ ഏകാന്തരമാക്കുന്നു. നമ്മൾ മാത്രമല്ലെങ്കിൽ അപ്പോൾ ചോദ്യം മാറുന്നു, എവിടെയാണ് എല്ലാവരും? എന്തുകൊണ്ട് അവർ നിശബ്ദരായിട്ടിരിക്കുന്നു? ഒരുപക്ഷെ ദശലക്ഷക്കണക്കിന് ലൈറ്റ് ഇയേഴ്സിൽ നിന്ന് ആരെങ്കിലും നമ്മളെ നോക്കി ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ടാവാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നമ്മൾ തനിച്ചാണോ? കമന്റിൽ പറയൂ.